ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഉച്ചക്കത്തെ സിമ്പിൾ ആൻഡ് നാടൻ ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മുരിങ്ങക്കായും തക്കാളിയും ഒക്കെയാണ്. അത് തേങ്ങ അരച്ച് വെക്കാനാണ്. പിന്നെ ചീര തോരൻ വെക്കാനും ബട്ടൺ മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അത് ബട്ടൺ കളറിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഉള്ളി, സവാള, വെളുത്തുള്ളി അതൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ച് മാറ്റി വെക്കും. അപ്പം എനിക്കിവിടെ ഉള്ളിയാണ് ഞാൻ എപ്പോഴും എല്ലാത്തിനും അധികം എടുക്കുക. പക്ഷേ ഇന്ന് എനിക്ക് ഉള്ളി ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ബാക്കി സവാളയാണ് ചേർക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയും അതെല്ലാം ഞാൻ ആദ്യം ഒരുക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞാണ് ഞാൻ കറി വെക്കുന്നത്. അത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആദ്യമേ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുരിങ്ങക്കായും ചീകി എടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ ചീകിയെടുത്തപ്പോൾ മുരിങ്ങക്കായിലും കൂടുതൽ വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ തക്കാളിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയും പച്ചമുളകും സവാളയാണ് കേട്ടോ എടുക്കുന്നത്. ഉള്ളിയാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഞാൻ നിറയെ ഉള്ളി എടുക്കും കേട്ടോ. അപ്പം ഉള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സവാളയാണ് കട്ട് ചെയ്തിടുന്നത്. സവാളയും ഇതെല്ലാം കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഞാനൊരു 3-4 ചേർക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എരി കുറച്ച് മതി, അതുകൊണ്ട് തന്നെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ കറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തക്കാളി, സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂടെ ചീവച്ച മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേകാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ചീരത്തോരന് വേണ്ടി ചീര ചോപ്പറിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നേരത്തെയൊക്കെ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം അരിഞ്ഞുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് എൻ്റെ കൈക്കൊരു പണി കിട്ടി. അങ്ങനെ എനിക്കിപ്പോൾ കൈവച്ച് അരിയാൻ പറ്റില്ല. അരിയുന്ന കൈക്ക് തന്നെ ഇങ്ങനെ കൈ ഇതുപോലെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൈ മുറിഞ്ഞ് അങ്ങനെ സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് ശരിയായിട്ടില്ല. അത് അതിൽ പിന്നാണ് ഞാൻ കട്ടിംഗ് ബോർഡും ചോപ്പറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ചോപ്പർ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സവാള കട്ട് ചെയ്യാനാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ഈ ചോപ്പറിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഐ അപ്പം ഇത് എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പണി കഴിയും നമ്മൾ കൈവച്ച് അരിയുന്നതിലും. എനിക്ക് ഇതിൽ സ്പീഡിൽ തന്നെ ഞാൻ അരിഞ്ഞെടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പം കൈക്ക് പണി കിട്ടിയപ്പം ഞാനിങ്ങനെയാണ് എല്ലാം അരിഞ്ഞ് പെറുക്കിയെടുക്കുന്നത്. അപ്പം ചീര ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചോപ്പറിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചുമ്മാ ഒന്ന് അടിച്ച് ജസ്റ്റ് ഇട്ടാൽ മതിയാവും. പക്ഷേ എന്നാലും നമ്മളിങ്ങനെ അരിഞ്ഞ് കൊടുക്കുമ്പോൾ ചീരക്കൊക്കെ ഒരേ അളവിൽ നമുക്ക് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേതാകുമ്പോൾ പല സൈസിൽ കിട്ടും. ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ഞാൻ തേങ്ങ വരെ ചിരണ്ടി പോലെ എടുക്കാറുണ്ട് കേട്ടോ. പൂളി ഇട്ടിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചീരയെല്ലാം കൂടി ചോപ്പ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരുപോലെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പൊലി പോലാന്ന് കൈവച്ചരിയുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ. തക്കാളി തേങ്ങ അരച്ച് കറി വെക്കാനാണ്. അതിനും തേങ്ങ വേണം, ചീരത്തോരനും തേങ്ങ വേണം. രണ്ടിനും കൂടെ ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കുകയാണേ. ചീര ചോപ്പ് ചെയ്ത അതേ ചോപ്പറിൽ തന്നെ ഞാൻ ചീരയ്ക്ക് വേണ്ടി തേങ്ങ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മേളിൽ ഒരു ലെയർ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഉള്ളിയും പിന്നെ പച്ചമുളകും ഇതൊക്കെ ഞാൻ നടുക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി അതിന് അരപ്പ് ഒക്കെ ചേർക്കണം, താളിച്ചൂറ്റണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ചീരയ്ക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചീര ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഊറ്റി ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ആവി കയറുമ്പോഴത്തേക്ക് അതൊന്ന് അമങ്ങി കഴിയുമ്പം കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ചീര കുറച്ചും കൂടി വെളിച്ചെണ്ണ ഊറ്റി തട്ടിപ്പൊത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ആവി കയറുമ്പോഴത്തേക്ക് ഒന്ന് അമങ്ങി വരുമല്ലോ.
അല്ലാതെ ഞാൻ കടുക് പൊട്ടിച്ച് അങ്ങനെയൊന്നുമല്ല എടുക്കുക, ചീര മാത്രം ഞാനിങ്ങനെ എടുക്കാറ്. അപ്പോൾ അങ്ങനെ അത് വെളിച്ചെണ്ണ ഊറ്റി ഒന്ന് ആവി കയറി വരുമ്പോൾ അതൊന്ന് അമങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വേകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതേ നേരം ഒന്നും വേണ്ടല്ലോ, ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും ചീര വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ചീര അവിടെ വേകാൻ വെച്ചിട്ട് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ, ചെറുള്ളി, ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഊറ്റി നല്ല രീതിയിൽ മഷി പോലെ അരച്ചെടുക്കുന്നുണ്ട്. കറിക്കുള്ള അരപ്പ് തയ്യാറാക്കിയ നേരം കൊണ്ട് നമ്മുടെ ചീരയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പ് ചേർക്കാൻ മറന്നുപോയ കാര്യം ഓർത്തത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ചീര റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ ബട്ടർ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. നാടൻ കൂണ് കിട്ടുകയാണ്, അതാണ് നല്ലത് കേട്ടോ. ഇപ്പം നമുക്ക് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം 200-400 ഗ്രാമാണ് എടുത്തേക്കുന്നത്. 200 ഗ്രാം ഒക്കെ എടുത്താൽ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഇത് തോരൻ വെക്കുന്നതിലും നല്ലത് പിന്നെ ഗാർലിക് മസാല ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത്. അതാവുന്നൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ, അധികം നേരം ഒന്നും വേണ്ടല്ലോ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കഴുകിയെടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കിടന്നാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കറി ഇവിടെ നേരത്തെ റെഡി ആയിട്ടിരിപ്പുണ്ടല്ലോ, അതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് മുളക് പെറുക്കിയെടുക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് മുളകിൻ്റെ അരി കടിക്കുന്നത് മുളക് കടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യമേ അതിനെ പെറുക്കി മാറ്റുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ജാറ് കഴുകി വെള്ളമൊക്കെ ഊറ്റി നമുക്ക് എന്തോരാണ് വെള്ളം ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർക്കും. എനിക്കിവിടെ കുറച്ച് വെള്ളം മതി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കുറുകിയ കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാകാൻ വെക്കുന്നുണ്ട്. അത് ചൂടാകാനായിട്ട് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ബട്ടർ ഗാർലിക് മഷ്റൂമിന് വേണ്ടി പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബട്ടർ ഗാർലിക് മഷ്റൂമും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. നിങ്ങൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവേ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്തൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 സവാളയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വഴണ്ടി കിട്ടുമൊന്നും വേണ്ട, ഒന്ന് സോട്ടായി കിട്ടിയാൽ മതിയാവും. അതവിടെ വഴറ്റുന്ന നേരം കൊണ്ട് കറി ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തളിച്ചൂറ്റാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ കറി ഒന്ന് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വെളിച്ചെണ്ണ ഊറ്റുന്ന നേരം കൊണ്ട് അവിടെ സവാള വഴറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും നേരം മതിയാവും. അതിലേക്ക് മഷ്റൂം കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാടുള്ള പോലെ തോന്നും. പക്ഷേ ഇത് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ചീരയുടെ കാര്യം പറഞ്ഞ പോലെ ഒന്ന് അമങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അടുത്ത നെക്സ്റ്റ് ഇട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരട്ടെ. ആ നേരം കൊണ്ട് ഞാൻ കറിക്ക് വേണ്ടി ഉള്ളിയും കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് കറി തളിച്ചൂറ്റുന്നുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ മഷ്റൂം ഇവിടെ ആവി കയറി അമങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ചേർത്തപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ അമങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 3-4 മത്തി പൊരിക്കാനിരിപ്പുണ്ടായിരുന്നു, ഇന്നലത്തെ ബാക്കിയാണ്. അതും കൂടെ പൊരിക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു 3-4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ, അത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മഷ്റൂം ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോഴത്തേക്ക് അതൊന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് ഇറക്കാവുന്നതാണ് കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒറിഗാനോ ചേർക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ അവിടെ ഡ്രൈ റോസ്റ്റ് ആവാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മത്തിയെല്ലാം കൂടെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇപ്പോൾ മഷ്റൂം ഇവിടെ എനിക്ക് പാകത്തിനായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇറക്കി വെക്കുകയാണേ. ഈ പാകം മതി എനിക്ക്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മീൻ വറുത്ത് കോരി കഞ്ഞിയും വടിച്ചിട്ടിട്ടുണ്ട്. കിച്ചണൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം കഴുകണം, പിന്നെ കിച്ചണൊന്ന് തൂത്ത് വാരണം. പരിപാടിയും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും നനയും തേവാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ചോറുണ്ണാൻ പോവുകയാണ്. ചോറും തക്കാളിക്കറിയും ചീരത്തോരനും ഗാർലിക് മഷ്റൂമും മത്തി പൊരിച്ചതൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ണട്ടെ. നിങ്ങൾക്ക് എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും തരണേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കരുതേ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.